1932 സ്ഥാപിതമായ തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ പ്രതിവർഷം 50 ലക്ഷത്തോളം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. 2024 കണക്കനുസരിച്ച് യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് നേടിയെടുക്കാൻ വിമാനത്താവളത്തിന് സാധിച്ചിരുന്നു. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ 49.17 ലക്ഷം പേരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്തത്. മുൻവർഷം ഇത് 41.48 ലക്ഷമായിരുന്നു. യാത്രക്കാരുടെ എണ്ണത്തിൽ 18.52% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2022 31.11 ലക്ഷമായിരുന്നു ആകെ യാത്രക്കാർ. നിലവിൽ പ്രതിദിനം ശരാശരി 100 സർവീസുകളിലായി 15,000-ന് മുകളിൽ യാത്രക്കാരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നത്. 11 ഇന്ത്യൻ നഗരങ്ങളിലേക്കും 14 വിദേശ നഗരങ്ങളിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് സർവീസുകളുണ്ട്. പ്രതിമാസ യാത്രക്കാരുടെ ശരാശരി 4 ലക്ഷത്തിന് മുകളിലെത്തി. ഈ സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ഒരു ടെർമിനൽ വിമാനത്താവളത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക രീതിയിൽ വൻ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് തിരുവനന്തപുരം വിമാനത്താവളം. അടുത്ത 3 വർഷം കൊണ്ട് 1300 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വിമാനത്താവളത്തിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി 1300 കോടി ചിലവിൽ പുതിയ അനന്ത ടെർമിനൽ നിർമ്മാണം ഏപ്രിലിൽ തുടങ്ങും. തത്വത്തിലുള്ള പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതോടെ നിർമ്മാണം തുടങ്ങാനാവുമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പബ്ലിക് ഹിയറിംഗുകൾ അടക്കം പൂർത്തിയാക്കി 6 മാസത്തിനകം അന്തിമ പാരിസ്ഥിതിക അനുമതി നേടിയാൽ മതിയാവും. റൺവേ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുന്ന റീകാർപ്പറ്റിംഗ് പ്രവൃത്തി മാർച്ച് 29 അവസാനിച്ചാൽ ഉടൻ തന്നെ ടെർമിനലിന്റെ പണി തുടങ്ങും. പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശംഖുമുഖത്തെ ആഭ്യന്തര ടെർമിനലിന്റെ നവീകരണ ജോലികളും ഇതോടൊപ്പം നടക്കും. വിമാനത്താവളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതായിരിക്കും പുതിയ ടെർമിനൽ. ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് നന്മയുടെ കവാടം അഥവാ ഗേറ്റ്വേ ഓഫ് ഗുഡ്നസ് എന്ന രീതിയിലാണ് അനന്ത ടെർമിനൽ അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുക. 1.2 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനാവുന്ന ടെർമിനൽ പണി തീരാൻ 3 വർഷമെടുക്കും. 2 നിലകളിലായിരിക്കും പുതിയ ടെർമിനൽ വരുന്നത്. വരുന്നതും പോകുന്നതുമായ യാത്രക്കാർക്കായി ഓരോ നില സജ്ജമാക്കും. മൾട്ടി ലെവൽ ഇന്റഗ്രേറ്റഡ് ടെർമിനലിൽ വിസ്തൃതമായ ചെക്ക് ഇൻ കൗണ്ടറുകൾ, എമിഗ്രേഷൻ, കസ്റ്റംസ്, ഷോപ്പിംഗ് എന്നിവയുണ്ടാകും. യാത്രക്കാർക്ക് കസ്റ്റംസ്, ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തു നിൽക്കേണ്ടി വരില്ല. ലോകോത്തര നിലവാരത്തിലുള്ള എയർപോർട്ട് പ്ലാസ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, കൊമേഴ്ഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, ഫുഡ് കോർട്ട് എന്നിവ ഒരുങ്ങും. ടെർമിനലിന് മുന്നിൽ നിർമ്മിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ 240 മുറികൾ ഉണ്ടാവും. 45 വർഷം മുന്നിൽ കണ്ടാണ് ഇപ്പോൾ വികസന പദ്ധതികൾ ലക്ഷ്യമിടുന്നത്. 2070 വരെയുള്ള യാത്രാ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ടെർമിനൽ വികസനം. പുരാതന നക്ഷത്രങ്ങളുടെ ശില്പചാരുതയും പുതിയ ടെർമിനലിൽ കാണാനാവും. ഭാവിയിൽ തലസ്ഥാനത്തിന്റെ പ്രതീകമായി മാറുന്ന പുതിയ എയർ ട്രാഫിക് കൺട്രോൾ അന്താരാഷ്ട്ര ടെർമിനലിന്റെ പ്രവേശന കവാടത്തിന് സമീപത്താവും നിർമ്മിക്കുക. ടെർമിനലിനടുത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പൈലറ്റ്, ക്രൂ അംഗങ്ങളെ താമസിപ്പിക്കാനും സാധിക്കും. സർവീസുകൾ തടസ്സപ്പെടുകയോ വൈകുകയോ ചെയ്യുമ്പോൾ യാത്രക്കാർക്കും താമസമൊരുക്കാൻ കഴിയും. നിലവിൽ ശംഖുമുഖത്തെ ആഭ്യന്തര ടെർമിനലിൽ നിന്നാണ് ആഭ്യന്തര സർവീസുകൾ നടത്തുന്നത്. ചാക്കയിലെ അന്താരാഷ്ട്ര ടെർമിനൽ വിപുലീകരിച്ച് ആഭ്യന്തര സർവീസുകൾ നടത്താനുള്ള സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികളുടെ ആഭ്യന്തര സർവീസുകൾ ചാക്കയിൽ നിന്നാകും സർവീസ് നടത്തുക. ഇതിന്റെ പണികൾ അന്തിമഘട്ടത്തിലാണ്.